മോഷണത്തിനിടെയുള്ള കൊലപാതകം ആ സാധ്യതയുമായി മുന്നോട്ട് പോകാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. സ്വാഭാവികമായും പോലീസിന്റെ ആദ്യ സംശയം മറുനാടൻ തൊഴിലാളികളിലേക്കായിരുന്നു. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഏതാണ്ട് 230ഓളം വരുന്ന മറുനാടൻ തൊഴിലാളികളെയാണ് ഇതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുകയും വിരലടയാളം ശേഖരിക്കുകയും ചെയ്തത്. എന്നാൽ ഇതിൽ നിന്നും ഒരു തുമ്പും ലഭിച്ചില്ല. കേസ് വീണ്ടും വഴിമുട്ടി. ഈ രീതി തുടർന്നാൽ പ്രതിയിലേക്ക് എത്താനാകില്ലെന്ന വ്യക്തമായ ഡിവൈഎസ്പി KM ദേവസ്യ അന്വേഷണത്തിന്റെ സ്വഭാവം അതൊന്ന് തെല്ല് മാറ്റാൻ തീരുമാനിച്ചു. തന്റെ അന്വേഷണ സംഘത്തെ അദ്ദേഹം 6 ടീമുകളാക്കി തിരിച്ചു. ഇവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. ആ നിർദ്ദേശങ്ങൾ ഓരോന്നും വലിയൊരു ടാസ്ക് ആയിരുന്നു ഓരോ ടീമിനും നൽകിയത്. മലബാർ ഏരിയയിലെ ക്രിമിനൽസിന്റെ ലിസ്റ്റ് തയ്യാറാക്കണം. ജില്ല തിരിച്ച് രാത്രിയിൽ വീടുകളിൽ എത്തിനോട്ടം, മോഷണം, മോഷണത്തിനിടെയുള്ള കൊലപാതകം, ഈ ഹിസ്റ്ററികൾ ഉള്ളവരായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. എത്രയും വേഗം ആ ഡീറ്റെയിൽസ് ഫയലുകളായി എന്റെ മേശപ്പുറത്തെത്തണം. അന്വേഷണ സംഘം രാപ്പകലില്ലാതെ അധ്വാനിച്ചു. ഒടുവിൽ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ലിസ്റ്റ് തയ്യാറാക്കപ്പെട്ടു. എന്നാൽ തനിക്ക് മുൻപിൽ സമർപ്പിക്കപ്പെട്ട ഫൈനൽ ലിസ്റ്റ് കണ്ടതോടെ ഡിവൈഎസ്പി ഒന്ന് വിയർത്തു. കാരണം 100-200 പേരെ പ്രതീക്ഷിച്ചിരുന്നിടത്ത് ആ ഫയലുകളിൽ ഉണ്ടായിരുന്നത് 3000-ലേറെ ആളുകളുടെ പേര് വിവരങ്ങളായിരുന്നു. ചുരുളിയിലകപ്പെട്ട പോലെ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അദ്ദേഹം ചിന്തയിലാണ്ടു. തൊട്ടടുത്ത നിമിഷം തന്നെ ഇതിലിപ്പോൾ ആക്റ്റീവായിട്ടുള്ള ക്രിമിനലുകളെ മാത്രം ഉൾപ്പെടുത്തി ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതോടെ 3000 എന്നത് 700 പേരിലേക്ക് ചുരുങ്ങി. അപ്പോഴും ഒരു കടമ്പ ബാക്കി നിൽക്കുകയാണ്. അവസാനമെത്തിയ 700 പേരിൽ നിന്നും തങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരാളെ കണ്ടെത്തണം. യഥാർത്ഥ പ്രതി ഈ ലിസ്റ്റിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും അന്വേഷണ സംഘം ലിസ്റ്റിലെ ഓരോ പേരും സൂക്ഷ്മമായി തന്നെ വിലയിരുത്തി. അവരുടെ പ്രദേശങ്ങളിൽ പോയി അന്വേഷിച്ചു. ഇവരുടെ സമീപകാലത്തെ സാമ്പത്തിക ഇടപാടുകൾ, ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ വെള്ളമുണ്ടയുമായി ബന്ധമുണ്ടോ എന്നീ കാര്യങ്ങൾ പരിശോധിച്ചു. പ്രതിയിലേക്ക് എത്താനുള്ള ഡിവൈഎസ്പിയുടെ പുതിയ തന്ത്രം വിജയിക്കുമോ? ആ നീണ്ട ലിസ്റ്റിൽ നിന്നും യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുമോ? മുഴുവൻ കഥയും കണ്ടറിയാം AI ദൃശ്യമികവിൽ റിപ്പോർട്ടർ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ.